നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. കനത്ത ഗതാഗതക്കുരുക്കുള്ളത് ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മുന്നോടിയായി വോട്ട് ചേർക്കാൻ വീണ്ടും അവസരം. തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ 14 വരെ വോട്ട് ചേർക്കാം. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പണിമുടക്കിൽ വലഞ്ഞ് ജനം. പോലീസ് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ. ജനുവരിയിൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. എ ഗ്രേഡ് നേടുന്ന എല്ലാ കുട്ടികൾക്കും 1000 രൂപയുടെ സാംസ്കാരിക സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി. തൃശൂർ കൊക്കാലയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് പിടികൂടി. ഒഡീഷ സ്വദേശികളാണ് പിടിയിലായത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു. കേരള വിഷൻ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സർവീസ് മേഖലയിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം നടന്നു. വാർത്തകൾ വിശദമായി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. ആമ്പല്ലൂരിലും മുരിങ്ങൂരുമാണ് കനത്ത ഗതാഗതക്കുരുക്ക് തുടരുന്നത്. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ശനിയാഴ്ച രാവിലെ കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി 2 മണിക്കൂറിലേറെയാണ് ഗതാഗതം സ്തംഭിച്ചത്. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും മണലി കല്ലൂർ റോഡ് വഴിയാണ് സർവീസ് നടത്തിയത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ മണലി വരെ വാഹനങ്ങളുടെ നിര നീണ്ടു. മഴ കൂടി പെയ്തതോടെ ഗതാഗതക്കുരുക്ക് യാത്രക്കാർക്ക് ദുരിതമായി. തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ കുരുക്കേറിയതോടെ വാഹനനിര പുതുക്കാട് വരെ എത്തി. അടിപ്പാതയുടെ അനുബന്ധ റോഡിനു വേണ്ടി കാന കോരുന്ന പ്രവർത്തികൾ ആരംഭിച്ചതോടെ സർവീസ് റോഡ് വീതി കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. മുരിങ്ങൂർ ഭാഗത്ത് എറണാകുളം തൃശൂർ ദിശയിൽ ഏറെ നേരം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ഇടവിട്ട് പെയ്ത മഴ ഗതാഗത സ്തംഭനത്തിന് ആക്കം കൂട്ടി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലെ സ്ഥിതി ഏതാനും ദിവസങ്ങളിലായി ഇങ്ങനെയാണ്. ഇതിനിടെ മറ്റൊരു ദുരിതമായി കാനയുടെ സ്ലാബുകൾ തകർന്നുകൊണ്ടിരിക്കുന്നു. കൊരട്ടി ഭാഗത്തും കഴിഞ്ഞ ദിവസം സ്ലാബുകൾ തകർന്നു. സ്ലാബുകളുടെ തകർച്ച ഇരുചക്ര വാഹന യാത്രകൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ബ്യൂറോ റിപ്പോർട്ടുകളോടെ ന്യൂസ് ഡെസ്ക് TCV. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മുന്നോടിയായി വോട്ട് ചേർക്കാൻ വീണ്ടും അവസരം. തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ 14 വരെയാണ് വോട്ട് ചേർക്കാൻ അവസരം. അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 25-നാണ് പ്രസിദ്ധീകരിക്കുക. 2025 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ട് ചേർക്കാം. നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പണിമുടക്കിൽ വലഞ്ഞ് ജനം. പോലീസ് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് സംയുക്ത ട്രേഡ് യൂണിയൻ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്. ക്ഷേത്രനഗരിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളെല്ലാം ഒഴിഞ്ഞുകിടന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്നെത്തിയ ഓട്ടോറിക്ഷകൾ യാത്രക്കാരെ ഇറക്കിയ ശേഷം തിരിച്ചുവിട്ടു. നഗരത്തിന്റെ മുക്കിലും മൂലയിലും നിലയുറപ്പിച്ച സമരക്കാർ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള ഓട്ടോറിക്ഷകളിൽ യാത്രക്കാരെ കയറ്റാൻ അനുവദിച്ചില്ല. പുലർച്ചെ ട്രെയിൻ ഇറങ്ങിയ യാത്രക്കാർക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടി. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പരിസരത്തെ മറ്റു ക്ഷേത്രങ്ങളിലേക്കും നടന്നു പോകേണ്ട അവസ്ഥയായി. പ്രായത്തിന്റെ അവശതയിൽ നടക്കാൻ കഴിയാത്ത അമ്മയുമായി ക്ഷേത്രത്തിലേക്ക് നടന്നു പോകേണ്ടി വന്നുവെന്ന് തിരുവനന്തപുരം സ്വദേശിയായ ഭക്തൻ പറഞ്ഞു. ഒരു നടക്കാൻ കഴിയാത്ത ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഒന്ന് നമ്മളെ ഹോട്ടലിലത്തേക്ക് കൊണ്ടാക്കാൻ വേണ്ടി ആട്ടോ വിളിച്ചിട്ട് അവർ വരാൻ കൂട്ടാക്കണില്ല. വരാത്തതിന്റെ കാരണം ഫുള്ള് വൺ വേ ആക്കിയത് കൊണ്ട് റേറ്റ് കൂടുതൽ, ഓട്ടം കൂടുതലാണ്. 30 രൂപ ഓട്ടത്തിന് 200 രൂപ തരേണ്ടതായിട്ട് വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഔട്ടർ റിംഗ് റോഡിലെ വൺവേയിൽ നിന്ന് ഓട്ടോറിക്ഷകളെ ഒഴിവാക്കുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ അറിയിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് മിനിമം ചാർജാണ് ഈടാക്കുന്നത്. എന്നാൽ വൺവേ പാലിക്കുമ്പോൾ ഇരട്ടി ചാർജ് ഈടാക്കേണ്ടി വരുന്നത് നൽകാൻ യാത്രക്കാർ തയ്യാറാകുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു. എന്നാൽ അതേസമയം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റി യോഗത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ജനുവരി 7 മുതൽ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. സ്വാഗത സംഘം ഓഫീസ് മോഡൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. എ ഗ്രേഡ് നേടുന്ന എല്ലാ കുട്ടികൾക്കും സർക്കാർ 1000 രൂപയുടെ സാംസ്കാരിക സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി അറിയിച്ചു.
പൊതുജന പങ്കാളിത്തത്തോടെയായിരിക്കും കലോത്സവം നടത്തുകയെന്ന് ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രി പറഞ്ഞു. ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കും. 249 ഇനങ്ങളിലായി 14,000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു കലോത്സവം ആയിട്ടല്ല നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ജനപങ്കാളിത്തത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ആണ് ഈ കലോത്സവം തൃശ്ശൂരിൽ നടത്താൻ വേണ്ടി പോകുന്നത്. ഓരോ വർഷവും കലോത്സവം കഴിയുമ്പോൾ അതിൻ്റെ പകിട്ട് കൂടുകയാണ്, അതിൻ്റെ സംഘാടക മികവ് കൂടുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്തായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും നല്ല കലോത്സവമായി നടത്തുന്നതിന് വേണ്ടി അത് കഴിഞ്ഞു. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ്, ജനങ്ങളുടെ നേതൃത്വമാണ്. ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നടത്തിയപ്പോൾ പരാതിരഹിത കലോത്സവമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു. ഇപ്രാവശ്യവും തൃശ്ശൂർ ഞങ്ങളുടെ ലക്ഷ്യം ജനപങ്കാളിത്തത്തോടുകൂടി പരാതിരഹിതമായിട്ടുള്ളൊരു കലോത്സവം നടത്തുക എന്നുള്ളതാണ്. പരിസ്ഥിതി സൗഹൃദ മേള തന്നെ ആയിരിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ 100% പാലിക്കണമെന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. 249 ഇനങ്ങളാണ് ഉള്ളത്. ഏകദേശം 14,000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് നിന്നും 2 ഘോഷയാത്രകൾ തൃശൂരിൽ സംഗമിക്കും. തേക്കിൻകാട് മൈതാനിയിലെ എക്സിബിഷൻ ഗ്രൗണ്ട്, തെക്കേ ഗോപുരനട, നെഹ്റു പാർക്കിന് സമീപം, CMS, വിവേകോദയം എന്നിങ്ങനെ 26 വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുക. കലോത്സവ സംഘാടക സമിതി രക്ഷാധികാരി കെ രാധാകൃഷ്ണൻ MP, ചെയർമാൻ മന്ത്രി കെ രാജൻ, MLA-മാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, ഡെപ്യൂട്ടി മേയർ ML റോസി എന്നിവരും പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി തൃശൂരിൽ നടത്തിയ വാർത്താസമ്മേളനം തീർത്തും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കുറ്റപ്പെടുത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലെ തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ തൃശൂർ അതിരൂപത വിദ്യാഭ്യാസ ജാഗ്രതാ സമിതി യോഗത്തിൽ മാർ താഴത്തിന്റെ വിമർശനം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ പാലിച്ചു പോരുന്നുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സർക്കാർ ലിസ്റ്റിൽ നിന്ന് നിയമിച്ചുകൊള്ളാമെന്ന് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളതാണ്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി പൊതുജനസമക്ഷം ഈ വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രസ്താവിച്ചത്. NSS മാനേജ്മെന്റ് മാത്രമാണ് ഭിന്നശേഷി സംബന്ധമായ നിയമങ്ങൾ പാലിക്കുന്നത് എന്ന മന്ത്രിയുടെ വ്യാഖ്യാനം സത്യവിരുദ്ധമാണ്. ഈ വിഷയത്തിൽ NSSന് ലഭിച്ച സുപ്രീംകോടതി വിധിയിൽ സമാനമായ സ്വഭാവമുള്ള മറ്റു മാനേജ്മെന്റുകളുടെ കാര്യത്തിലും ഈ വിധി ബാധകമാക്കാം എന്ന് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ക്രിസ്ത്യൻ മാനേജ്മെന്റ് കൺസോർഷ്യം സമാനമായ വിധി നേടിയിട്ടുള്ളതുമാണ്. ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചുകൊണ്ടുള്ളതാണ് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയെന്നും യോഗം വിലയിരുത്തി. വിദ്യാഭ്യാസ ജാഗ്രതാ സമിതി യോഗത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര, കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടുമ്പുംകുളം, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് AD സാജു മാസ്റ്റർ, ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ കൊക്കാലയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. ഒഡീഷ സ്വദേശികളായ യസന്തൻ, മീഹർ പ്രധാൻ എന്നിവരാണ് പിടിയിലായത്. 2 ബാഗുകളിലാക്കിയാണ് പ്രതികൾ കഞ്ചാവ് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത്. 4 പാക്കറ്റുകളിലായാണ് സൂക്ഷിച്ചിരുന്നത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. COA അംഗങ്ങളായ 1500 കേബിൾ TV സംരംഭകരാണ് കൺവെൻഷനിൽ പങ്കെടുത്തത്. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന പുതിയ പദ്ധതികൾ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചു. വിദഗ്ധർ നയിച്ച ബിസിനസ് ടെക്നിക്കൽ പ്രസന്റേഷനുകളും ഉണ്ടായിരുന്നു. കേരള വിഷൻ ന്യൂസിന്റെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക അവാർഡ് വിതരണവും മെഗാ ഷോയും ഇതോടനുബന്ധിച്ച് നടന്നു. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തൃശൂർ DCCയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ ഗാന്ധിയുടെ പെരുമാറിലേക്ക് വെടിയുണ്ട വർഷിക്കും, അദ്ദേഹത്തെ വെടിവെച്ച് അപായപ്പെടുത്തും എന്ന നിലയിലൊരു പ്രഖ്യാപനം നടത്തുകയും പ്രസ്താവന നടത്തുകയും പിന്നീട് അവതാരിക ചോദ്യത്തിന് അതിനെ ന്യായീകരിച്ചുകൊണ്ടും ആവർത്തിച്ചുകൊണ്ടും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഭവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കുമുള്ള പ്രതിഷേധം ശക്തമാണ്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കുമെന്നാണ് ചാനൽ ചർച്ചയിൽ BJP നേതാവ് പറഞ്ഞത്. അവതാരക ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ് BJP നേതാവ് ചെയ്തത്. ഇയാൾക്കെതിരെ കേസെടുക്കാതിരിക്കുന്നത് എന്താണെന്ന് LDF സർക്കാർ വിശദീകരിക്കണം. വധഭീഷണി മുഴക്കിയ നേതാവിനെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ BJP നേതൃത്വം തയ്യാറാകണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. കണിമംഗലത്ത് കവർച്ചയ്ക്കിടെ ഗൃഹനാഥൻ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെ കോടതി ശിക്ഷിച്ചു. പ്രതികളായ മനോജ്, ഷൈനി എന്നിവരെയാണ് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 1ാം പ്രതി മനോജിന് 19 വർഷം തടവും പ്രതി ഷൈനിക്ക് 12 വർഷം തടവും വിധിച്ചു. മനോജ് 1,70,000 രൂപയും ഷൈനി 1,50,000 രൂപയും പിഴയടയ്ക്കണം. 2014 നവംബറിലായിരുന്നു സംഭവം. കൈതക്കാടൻ വീട്ടിൽ 79 വയസ്സുള്ള വിൻസെന്റാണ് കവർച്ചയ്ക്കിടെ കൊല്ലപ്പെട്ടത്. കേസിലെ 4ാം പ്രതി ശ്രീജേഷ് മാപ്പുസാക്ഷിയായിരുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പയസ് മാത്യു പ്രോസിക്യൂഷനു വേണ്ടി കോടതിയിൽ ഹാജരായി. കണിമംഗലത്ത് കവർച്ചയ്ക്കിടെ കൊല ചെയ്യപ്പെട്ട വിൻസെന്റ് എന്ന് പറയുന്ന ആള് മരിച്ച കേസിൽ ഇന്ന് തൃശൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതിയിലെ ജഡ്ജി ശ്രീ KM രതീഷ് കുമാർ ആ കേസിലെ 2 പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 394, അതായത് ഒരാളെ ആക്രമിച്ചോ കൊലപ്പെടുത്തിയോ ആളുടെ വീട്ടിലെ സാധനങ്ങൾ അല്ലെങ്കിൽ ആളുടെ സാധനങ്ങൾ കവർച്ച ചെയ്യുക, രണ്ടാമത് രാത്രി സമയത്ത് കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ അല്ലെങ്കിൽ ആക്രമിച്ചോ സ്വർണമോ പണമോ കവർച്ച ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീട്ടിൽ അതിക്രമിച്ച് കയറുക, അതിനുശേഷം പിന്നീട് തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം ഈ 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ യോഗം ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയിലും രൂക്ഷമായ വാക്കുതർക്കത്തിലും കലാശിച്ചു. കോൺഗ്രസ് കൌൺസിലർ SAA ആസാദിനെതിരെ ഭരണപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ ചൊല്ലിയാണ് കൌൺസിൽ ഹാൾ സംഘർഷഭരിതമായത്. ആരോപണവിധേയനായ ആസാദ് കൌൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ല. സഹോദരന്റെ സമ്മതമില്ലാതെ വ്യാജ ഒപ്പിട്ട് വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് വിശ്വാസവഞ്ചന ചെയ്തുവെന്നാണ് പ്രമേയത്തിലെ പ്രധാന ആരോപണം. ഈ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ആസാദ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൌൺസിലർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പ്രമേയം ആവശ്യപ്പെട്ടു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശിയാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം അവതരിപ്പിച്ചതോടെ UDF കൌൺസിലർമാർ പ്രമേയം ചർച്ച ചെയ്യാൻ സാധിക്കില്ലെന്നാവശ്യപ്പെട്ട് കൌൺസിൽ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിനിടയിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ പ്രമേയം പാസാക്കിയതായി പ്രഖ്യാപിച്ചു. അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച ശേഷം നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണപക്ഷാംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ബോൺനത്താലെ ഡിസംബർ 27 സംഘടിപ്പിക്കുന്നതിനുള്ള ആലോചനായോഗം തൃശൂർ ആർച്ച് ബിഷപ്സ് ഹൌസിൽ ചേർന്നു.
ബോൺനത്താലെ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. യോഗത്തിൽ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, ഡെപ്യൂട്ടി മേയർ ML റൂസി, ജനറൽ കൺവീനർ ജോർജ് ചെർമൽ തുടങ്ങിയവർ സംസാരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, മുൻ MLA MP വിൻസെന്റ്, കൌൺസിലർമാർ, ജനപ്രതിനിധികൾ, ദേവസ്വം പ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, മതനേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ തൃശ്ശൂരിന്റെ തനത് എന്നറിയപ്പെടുന്ന ഒരു കലാരൂപമായ പൊതുവെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡാൻസ് ഗ്രൂപ്പ് വരാൻ സാധ്യതയില്ല. മുളകുന്നത്തുകാവ് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി നിർമ്മാർജ്ജനത്തിന് നടപടികൾ ഊർജിതമാക്കി. 10 കിലോമീറ്റർ ചുറ്റളവിൽ പന്നിമാംസം വിൽക്കുന്നതിന് നിരോധനമുണ്ട്. രോഗം ബാധിച്ച പന്നികളെ കൊന്നൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറഞ്ഞു. മുളകുന്നത്തുകാവ് പഞ്ചായത്തിലെ കൊങ്ങൻപാറയിൽ 2 ഫാമുകളിൽപ്പെട്ട പന്നികളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. 2 ഫാമുകളിലുമായി 1298 പന്നികളുണ്ട്. സ്കൂൾ ഒളിമ്പിക്സ് ഇത്തവണ പരിഷ്കരിച്ച മാതൃകയിൽ നടത്തുമെന്നും ഒളിമ്പിക്സ് മേളയിൽ കളരിപ്പയറ്റ് ഉൾപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ പറഞ്ഞു. ചില ഇനങ്ങളിൽ 18 വയസ്സുവരെ പ്രായമുള്ളവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 16ഉം അതിന് താഴെയുമുള്ള 2 കാറ്റഗറികൾ ഇല്ലായിരുന്നു. അത് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെന്റ് കളരിപ്പയറ്റിനെ മത്സരത്തിൽ നിന്ന് മാറ്റിയപ്പോൾ കേരള ഗവൺമെന്റ് ഒരു മാതൃകയെന്ന നിലയിൽ ഈ ഒളിമ്പിക്സ് മേളയിൽ കളരിപ്പയറ്റിനെ ആദ്യമായി ഉൾപ്പെടുത്താൻ പോവുകയാണെന്ന് ശിവൻകുട്ടി പറഞ്ഞു. UID ഇല്ലാത്ത കുട്ടികളുടെ തസ്തികാ നിർണയം ഈ വർഷം പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കപ്പെടാത്തതിന്റെ ഫലമായി കണക്കെടുത്തില്ലെങ്കിൽ പോലും നല്ലൊരു ശതമാനം അധ്യാപകരും ജോലിയില്ലാതെ പുറത്താവുകയാണ്. UID കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്കും ആനുകൂല്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ ഡയറക്ടറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കളരിപ്പയറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രഖ്യാപിച്ചതാണ് ഉൾപ്പെടുത്തുമെന്ന്. കേന്ദ്ര ഗവൺമെന്റ് കളരിപ്പയറ്റിന് മത്സര ഇനത്തിൽ നിന്ന് മാറ്റിയപ്പോൾ കേരളം ഒരു മാതൃക എന്നുള്ളതിൽ പരമ്പരാഗതമായിട്ട് തന്നെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കളരിപ്പയറ്റിനെ ഉൾപ്പെടുത്തുമെന്ന് അന്ന് പറഞ്ഞതാണ്. അത് ഈ ഒളിമ്പിക്സ് മേളയിൽ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. UID ഇല്ലാത്ത കുട്ടികളുടെ തസ്തിക നിർണ്ണയം ഈ വർഷം പരിഗണിച്ചിട്ടില്ല. UID എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡാണല്ലോ. നമ്മുടെ പൗരത്വ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആധാർ കാർഡ് അങ്ങനെ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും അംഗീകരിക്കേണ്ട രേഖയല്ല എന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ വന്നിട്ടുണ്ട്. അത് UID ഇല്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് പോലും ആനുകൂല്യം നിഷേധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. ഇത് റിപ്പോർട്ട് വന്ന ശേഷം ഞങ്ങളെല്ലാം കൂടെ എല്ലാവരും കൂടെ ആലോചിച്ച് LDFിലും ഒക്കെ തന്നെ ചർച്ച ചെയ്ത് ആ കാര്യം എങ്ങനെ നമുക്ക് അധ്യാപകരുടെ ജോലിക്ക് സംരക്ഷണം കൊടുക്കണം എന്ന നിയമം നമുക്ക് ലംഘിക്കാനും പാടില്ല. ഈ കാര്യങ്ങൾ സാർ മറ്റിടത്തോളം പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ ഡയറക്ടറും കൂടെ അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഭിന്നശേഷിക്കാർക്ക് ജോലി കൊടുക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും നിലപാടെടുത്താൽ അതിനോട് യോജിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഭിന്നശേഷിക്കാർക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞ ശതമാനത്തിലുള്ള ജോലി കൊടുത്തേ പറ്റുകയുള്ളൂ. ദിവസവേതനത്തിന് നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് ചില സ്കൂളുകളിൽ ശമ്പളം കൊടുക്കുന്നില്ല. ശമ്പളം കൊടുക്കുന്നതിൽ ഗവൺമെന്റ് ഉത്തരവാദിയല്ല. ഗവൺമെന്റ് കൃത്യമായി ശമ്പളം കൊടുക്കുന്നുണ്ട്. ദിവസത്തിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥിരം നിയമനം ലഭിച്ച അധ്യാപകർക്ക് നൽകുന്നത് പോലെ ശമ്പളം കൊടുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. 2031 ആകുമ്പോഴേക്കും കേരളത്തെ വികസിത പുരോഗമന സംസ്ഥാനമാക്കി മാറ്റാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ സർക്കാർ സെമിനാറുകൾ സംഘടിപ്പിക്കും. സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ സെമിനാർ ഒക്ടോബർ 3 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 600 പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുക്കും. സാമൂഹ്യനീതി വകുപ്പിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഇതോടൊപ്പം തുടക്കം കുറിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. സംസ്ഥാന വ്യാപകമായി 70-ലധികം ഓഫീസുകളിലാണ് പരിശോധന നടത്തിയത്. ജില്ലയിൽ പരിയാരം, ചാർപ്പ, പാലപ്പിള്ളി, വെള്ളിക്കുളങ്ങര, വടക്കാഞ്ചേരി, ചെട്ടിക്കുളം, അതിരപ്പിള്ളി എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. തൃക്കൂർ സർവോദയ സ്കൂളിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ അടിപിടിയെ തുടർന്ന് 3 വിദ്യാർത്ഥികളുടെ പേരിൽ നടപടിക്കൊരുങ്ങി അധികൃതർ. സ്ഥിരം പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെ പുറത്താക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം. പ്രിൻസിപ്പാളിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് പുതുക്കാട് SHO റിപ്പോർട്ട് സമർപ്പിച്ചു. സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതായി പ്രശ്നത്തിൽ ഉൾപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. എന്നാൽ സ്കൂളിലെ സംഭവം റാഗിങ്ങിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് പോലീസ് പറയുന്നു. സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ടിലും ഇത് സംബന്ധിച്ച് പരാമർശമില്ല. തുടർന്നാണ് പോലീസ് ജുവനൽ ജസ്റ്റിസ് ബോർഡിന് സോഷ്യൽ ബാക്ക്ഗ്രൌണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. തുടരന്വേഷണത്തിന് ശേഷം കൂടുതൽ വിദ്യാർത്ഥികളുടെ പേരിൽ നടപടിയുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ തിങ്കൾ, ബുധൻ ദിവസങ്ങളിലായിരുന്നു വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മാള പുത്തൻചിറ കണ്ണിക്കുളങ്ങര സ്വദേശി കോഴിക്കാട്ടിൽ വീട്ടിൽ അദിനാനാണ് അറസ്റ്റിലായത്. ഈ മാസം 15-നാണ് കേസിനാസ്പദമായ സംഭവം. മാള പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽപ്പെട്ട പുത്തൻചിറ പുളിയിലക്കുന്ന് സ്വദേശി നെടുംപുരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി വാടകയ്ക്ക് താമസിക്കുന്ന കോണത്തുകുന്ന് ജനതാ കോർണറിലെ വാടക വീട്ടിലേക്ക് കുട്ടിയെ വിളിച്ചുവരുത്തി ആക്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. മുഹമ്മദ് ഷാഫി, ഇയാളുടെ ഭാര്യ, അറസ്റ്റിലായ അദ്നാൻ, പഴുവിൽ ചിറക്കൽ സ്വദേശി പരേക്കാട്ടിൽ വീട്ടിൽ വിഷ്ണുപ്രസാദ്, മറ്റൊരു കുട്ടി എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. പ്രതികൾ കുട്ടിയെ ഉപദ്രവിക്കുന്നത് മൊബൈൽ ഫോണിൽ പകർത്തുകയും കുട്ടിയുടെ 38,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ നിലത്തടിച്ച് നശിപ്പിക്കുകയും സംഭവം പുറത്തു പറഞ്ഞാൽ വീട്ടുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മറ്റ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ചാലക്കുടി കോടതി ജംഗ്ഷൻ മേൽപ്പാലത്തിൽ തകരാറായി കിടന്ന പിക്കപ്പ് വാനിന്റെ പിന്നിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച അപകടം. ആളപായമില്ല. തൃശൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് തടിക്കഷ്ണങ്ങൾ കയറ്റിപ്പോയിരുന്ന പിക്കപ്പ് വാൻ ടയർ പൊട്ടിയാണ് തകരാറിലായത്. നിർത്തിയിട്ടിരുന്ന വാനിന്റെ പിന്നിൽ മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്നിരുന്ന ലോറിയാണ് ഇടിച്ചത്. മുൻഭാഗം തകർന്ന ലോറിയിൽ നിന്നും ഏറെ ശ്രമിച്ചാണ് ഡ്രൈവറെ പുറത്തിറക്കിയത്. അപകടത്തെ തുടർന്ന് 1 മണിക്കൂർ നേരം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. ആളൂരിൽ ബാറിലെ മലിനജലം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി. ആളൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന കല്ലട ബാറിലെ മലിനജലമാണ് സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത്. കഴിഞ്ഞ ദിവസം തോട് വൃത്തിയാക്കാൻ വന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ദേഹത്ത് ചൊറിച്ചിൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബാറിലെ മലിനജലം രഹസ്യമായി തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് കണ്ടെത്തിയത്. പഞ്ചായത്ത് അധികൃതർക്കും ആരോഗ്യവകുപ്പിനും പരാതി നൽകി. മിഥുന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. 150ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. പൊതുവഴിയും ഗതാഗതവും തടസ്സപ്പെടുത്തി അനധികൃതമായി സംഘം ചേർന്നു തുടങ്ങിയവയാണ് ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. വേലൂർ ഹൈസ്കൂൾ ഗ്രൌണ്ടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്വപ്ന രാമചന്ദ്രൻ, PN അനിൽ, CD സൈമൺ, നിതീഷ് ചന്ദ്രൻ, ബാലകൃഷ്ണൻ, വിജിനി ഗോപി എന്നിവരാണ് ഇറങ്ങിപ്പോയത്. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നതിന് മുൻപ് ഗ്രൌണ്ട് അളന്നു തിട്ടപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പൊതുമുതൽ സംരക്ഷിക്കേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം പഞ്ചായത്ത് അംഗങ്ങൾക്കാണെന്നും കളിസ്ഥലങ്ങൾ നിലനിർത്തേണ്ടത് പഞ്ചായത്തിന്റെ ചുമതലയാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. പരിസ്ഥിതി സംരക്ഷണത്തിലും മലിനീകരണ നിയന്ത്രണത്തിലും നേട്ടങ്ങൾ കൈവരിച്ചതിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്ലാറ്റിനം അവാർഡ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഏറ്റുവാങ്ങി. കറുകുറ്റിയിലെ അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവ് വേദിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവാർഡ് സമ്മാനിച്ചത്. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മലയ്ക്കപ്പാറ റോഡിൽ വാച്ചുമരത്ത് വിനോദസഞ്ചാരികളുടെ വാൻ കാട്ടാന തകർത്തു. തകരാറിലായി റോഡരികിൽ നിർത്തിയിട്ട മലപ്പുറം സ്വദേശികളുടെ വാഹനമാണ് വെള്ളിയാഴ്ച രാത്രി ആനകൾ തകർത്തത്. വാഹനം തകരാറിലായ വിവരം വനപാലകരെ അറിയിക്കാതെ സഞ്ചാരികൾ വർക്ക്ഷോപ്പ് ജീവനക്കാരെ തേടിപ്പോയി. എന്നാൽ നേരം വൈകിയതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്തിയില്ല. ഇതിനിടയിലാണ് ആനകൾ വാഹനം ആക്രമിച്ചത്.
വിവരം വനപാലകരെ അറിയിച്ചിരുന്നുവെങ്കിൽ വാഹനം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിക്കുമായിരുന്നു. മുൻപ് ഇത്തരം സംഭവങ്ങളുണ്ടായപ്പോൾ വനപാലകരാണ് വാഹനങ്ങൾക്ക് സംരക്ഷണം നൽകിയിരുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ വെട്ടിങ്ങപ്പാടം കാരിക്കുളം കടവ് റോഡിന്റെ കാട് മൂടിയ വശങ്ങൾ വനം വകുപ്പ് അധികൃതർ ശുചീകരിച്ചു. വർഷങ്ങളായി കാടുപിടിച്ച് കിടന്നിരുന്ന റോഡിൽ കാട്ടുപന്നികളും മാനും കുറുകെ ചാടി നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. റോഡിന്റെ വശങ്ങളിൽ മാംസാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും തള്ളിയതോടെ തെരുവുനായ ശല്യവും രൂക്ഷമായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാർ ഭീതിയോടെയാണ് ഇതുവഴി നടന്നുപോയിരുന്നത്. അയ്യന്തോൾ അശോക് നഗർ കവാടത്തിനരികെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടണമെന്ന് അശോക് നഗർ റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച യോഗം ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പിനെതിരെയുള്ള പ്രതിഷേധ പരിപാടിയുടെ തുടക്കമായി ഒക്ടോബർ 4-ന് അശോക് നഗർ കവാടത്തിന് സമീപം സമരം സംഘടിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. അശോക് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഘുനാഥ് കഴുങ്കിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീദേവി, കൌൺസിലർ സുനിത വിനു, മുൻ കൌൺസിലർ എ പ്രസാദ്, ഷാജു കുണ്ടോളി, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉത്തരവ് ലംഘിച്ച് ഭാര്യ താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി ഭീഷണി മുഴക്കിയ ആളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഷൻ റൌഡി കൂടിയായ പൊരുന്നക്കുന്ന് കീഴാറ്റി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് രാത്രിയാണ് ഭാര്യ താമസിക്കുന്ന വിആർപുരത്തെ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് വധഭീഷണി മുഴക്കിയത്. SHO MK സജീവന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,585 രൂപ, പവന് 84,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നു. കനത്ത ഗതാഗതക്കുരുക്കുള്ളത് ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മുന്നോടിയായി വോട്ട് ചേർക്കാൻ വീണ്ടും അവസരം. തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ 14 വരെ വോട്ട് ചേർക്കാം. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ പണിമുടക്കിൽ വലഞ്ഞ് ജനം. പോലീസ് നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ. ജനുവരിയിൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. A ഗ്രേഡ് നേടുന്ന എല്ലാ കുട്ടികൾക്കും 1000 രൂപയുടെ സാംസ്കാരിക സ്കോളർഷിപ്പ് നൽകുമെന്ന് മന്ത്രി. തൃശൂർ കൊക്കാലയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേരെ എക്സൈസ് പിടികൂടി. ഒഡീഷ സ്വദേശികളാണ് പിടിയിലായത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷൻ ആലപ്പുഴയിൽ നടന്നു. കേരള വിഷൻ ഡിജിറ്റൽ TV ബ്രോഡ്ബാൻഡ് സർവീസ് മേഖലയിൽ നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.